നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ബി.ജെ.പി. നേതാവ് എം.ടി. രമേശ് കോൺഗ്രസ് നേതാവുമായി ചർച്ച നടത്തി. മലപ്പുറം ഡി.സി.സി. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫുമായാണ് ചർച്ച നടത്തിയത്. ബി.ജെ.പി. സ്വതന്ത്രയായി മത്സരിക്കണമെന്ന ആവശ്യമാണ് ചർച്ചയിൽ ഉയർന്നത്. വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. സച്ചിൻ, ബി.ജെ.പി. ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയായിരുന്നു പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം കോൺഗ്രസിനുള്ളിൽ നിന്ന് ഒരാളെ ചാടിച്ച് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം നടത്തുന്നു എന്നതാണ്. ഈ അഡ്വക്കേറ്റ് ബീന ജോസഫ് അവരവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന് നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ച ആളുകൂടിയാണ്. ആ അതൃപ്തി മുതലെടുക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടത്തുന്നത്? മനു, തീർച്ചയായും അത്തരത്തിൽ ഒരു മുതലെടുപ്പിന് വേണ്ടിയാണ് ബി.ജെ.പി. ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിലമ്പൂരിൽ ബി.ജെ.പിക്ക് നിലവിൽ മത്സരത്തിനുള്ള ഒരു താല്പര്യവുമില്ല. ഘടകകക്ഷിയായ ബി.ഡി.ജെ.എസിനെ മത്സരിപ്പിക്കാനാണ് ബി.ജെ.പി. തുടക്കത്തിൽ തന്നെ തയ്യാറെടുത്തത്. എന്നാൽ ആ തീരുമാനത്തിൽ നിന്നും ബി.ഡി.ജെ.എസും പിന്നോട്ടടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ബി.ജെ.പി. നേതാവ് എം.ടി. രമേശ് കഴിഞ്ഞ ദിവസം മലപ്പുറം മഞ്ചേരിയിലെ ബീന ജോസഫിൻ്റെ വസതിയിലെത്തിയാണ് ഇത്തരത്തിലൊരു ചർച്ച നടത്തിയത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കാര്യം ബീന ജോസഫ് തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എം.ടി. രമേശ് ബീന ജോസഫുമായി ചർച്ച നടത്തി എന്നാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം. നിലവിൽ ഡി.സി.സി. ജനറൽ സെക്രട്ടറിയും അതേപോലെ തന്നെ മഞ്ചേരി നഗരസഭയിലെ കൗൺസിലറുമാണ് ബീന ജോസഫ്. ഈ നിലമ്പൂർ സ്വദേശിയാണ് ബീന ജോസഫ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ബീന ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ അവർ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു ചർച്ച നടത്തിയത് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്നാൽ ഈ ചർച്ചയോട് യാതൊരുവിധ അനുകൂല നിലപാടുമല്ല. ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ തന്നെ ബീന ജോസഫ് തനിക്ക് അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണം നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന സമയത്ത് തന്നെ നടത്തിയതാണ്. ആ രീതിയിൽ ആവശ്യം മുന്നോട്ട് വെച്ച ആൾ കൂടിയാണ്. ഇപ്പോൾ അവരുമായി ബി.ജെ.പി. ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒക്കെ വരുന്നുണ്ടോ? തീർച്ചയായും നമ്മൾ ബീന ജോസഫുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ബീന ജോസഫിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് ബീന ജോസഫിനെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിലമ്പൂരിലുണ്ട്. നിലമ്പൂരിൽ ഇപ്പോൾ ബീന ജോസഫുമായി ചർച്ച നടത്തുന്നതായാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ബി.ജെ.പി. എങ്ങനെയാണ് ബീന ജോസഫിനെ ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ ബീന ജോസഫുമായി എന്തൊക്കെ കാര്യങ്ങളാണ് ബി.ജെ.പി. നേതാക്കൾ ചർച്ച ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയാണ് വി.ഡി. സതീശൻ വിളിപ്പിച്ചത് എന്നൊരു വിവരവും അനുകൂലമായ മറുപടിയാണോ ബീന ജോസഫിന്റെ ഭാഗത്ത് നിന്ന് ബി.ജെ.പിക്ക് ലഭിച്ചത്? അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് ആര്യാടൻ ഷൗക്കത്ത് യു.ഡി.എഫ്. സ്ഥാനാർത്ഥിക്കായി മണ്ഡലത്തിൽ പ്രചരണത്തിൽ ഇറങ്ങുമെന്ന കാര്യം തന്നെയാണ് ബീന ജോസഫ് വ്യക്തമാക്കിയിട്ടുള്ളത്. യാതൊരു വിധത്തിലും ബി.ജെ.പിയുമായി സഹകരിക്കുകയോ അല്ലെ ബി.ജെ.പിയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കുകയോ ഇല്ല എന്ന കാര്യം ബീന ജോസഫ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ബി.ജെ.പിയും അതേപോലെ തന്നെ ബീന ജോസഫും നടത്തിയ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അവരെന്തൊക്കെ ഓഫറുകളാണ് ബീന ജോസഫിന് നൽകിയിരിക്കുന്നത് എന്ന കാര്യമൊന്നും വ്യക്തമല്ല. മനു.